അഭിനയം എന്നതിനോടുള്ള പാഷനല്ല, എനിക്കൊന്ന് ഫേമസ് ആവണം. 2ൽ കൂടുതൽ പെൺമക്കള് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ത്, അവഗണന. ഞാൻ ജസ്റ്റ് ചെറിയൊരു റിവെഞ്ച് പോലെ തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറേ പേർക്ക് എന്നെ ഇഷ്ടമാണ്. പെണ്ണുങ്ങളാണ്, സഹിക്കണം. നിങ്ങൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും ചെയ്യില്ല. അത് മുന്നേ പറയുന്നതല്ലേ. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചേട്ടാ, ഒന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 3 നേരം കഞ്ഞി തന്നു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കഴിക്കും. ഒരു ഇന്റർവ്യൂവിനിടയിൽ സാന്ദ്ര സംസാരിക്കുന്നതിനിടയിൽ ആങ്കർ ഉറങ്ങി പോകുന്നു. എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാനും കൂടെ കിടന്ന് ഉറങ്ങും. തന്നെ ആരെങ്കിലും ഒരു ഡ്രസ് ഇട്ട് പോകുമ്പോൾ അത് സാന്ദ്ര ചാണ്ടിയുടെ ആണെന്ന് പറയണം. ഹായ് ഫ്രണ്ട്, ദിസ് ഈസ് ബിയോണ്ട് ദ ബയോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കണിമംഗലം കോവിലകത്തിലെ നായികയുമായിട്ടുള്ള സാന്ദ്ര ചാണ്ടിയാണ്. സാന്ദ്ര, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ കണിമംഗലം കോവിലകം റിലീസ് ആയിട്ട് കുറച്ചായതേ ഉള്ളൂ. സോ എന്ത് തോന്നുന്നു? ഇപ്പൊ ഫസ്റ്റ് മൂവി അല്ലേ? അതായത് അത്യാവശ്യം ക്യാരക്ടർ കിട്ടുന്ന ഒരു ഫസ്റ്റ് മൂവിയാണ്. നന്നായി പോകുന്നു. കണിമംഗലത്തിന് മുന്നേയും ശേഷവും നന്നായി പോകുന്നു. ശേഷമാണ് കുറച്ചുകൂടി ബിസി ആയിട്ട് പോകുന്നത് ലൈഫ്. എന്താ പ്രൊമോഷൻസ് കാര്യങ്ങള് കുറച്ച് ബിസി ആയി. ഓക്കെ, എന്തായാലും അത് സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമാണ്. ബിസി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഈ ആക്ടിങ് അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡിലോട്ട് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? എത്ര വയസ്സിൽ തുടങ്ങിയതാണ് ഒരു ആഗ്രഹം? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത്. എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരും പറയും എന്നുള്ളത് അറിയായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു മീഡിയയിൽ കയറണം, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നോ, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ മൂവിയിൽ കയറണം എന്നോ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ട് വന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതേപോലെ ഫാഷൻ ഡിസൈനിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. എനിക്കൊരു ഡിസൈനർ ആവണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു മൊമെന്റിൽ വെച്ചിട്ട്, അതായത് എൻ്റെ ഒരു 22 വയസ്സിന്റെ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ അഭിനയം എന്നതിനോടുള്ള പാഷനല്ല, എനിക്കൊന്ന് ഫേമസ് ആവണം. ഫെയിം ആഗ്രഹിക്കുന്നതിന് പിന്നിലൊരു റീസൺ ഉണ്ട്. അതായത് ഇപ്പോ എന്തുകൊണ്ട് ഇപ്പൊ നമ്മള് ജസ്റ്റ് പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ 4 പേരാണ്. അപ്പോ പെൺകുട്ടികളാണ് നമ്മളെ കൊണ്ട്, അതായത് 4 ഗേൾസ് ആണ്. എനിക്കിത് കുറച്ച് പേർക്കൊക്കെ കണക്ട് ആവും തോന്നുന്നു. അതായത് നമ്മള് ഒരു 2ൽ കൂടുതൽ പെൺമക്കള് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ത്, അവഗണന. അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് 4 പേർക്കും പെൺകുട്ടികളാണ് എന്നുള്ളതില് ഒരു എന്താ പറയാ, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അതായത് നമ്മളുടെ പാരന്റ്സിനടക്കം ഒരു സ്ഥലത്തൊരു വോയിസ് ഇല്ല. ബിക്കോസ് നിങ്ങൾക്ക് 4 പെൺമക്കളാണ് എന്നുള്ളത് അടക്കത്തോടെ ഒതുക്കത്തോടെ അങ്ങനെ പറയുമായിരുന്നു. അപ്പോ എനിക്കൊരു മൊമെന്റിലപ്പോ എന്താ പറയാ, നമ്മുടെ ഇപ്പൊ നാട്ടുകാർക്കും അല്ലെങ്കിൽ ഇപ്പോ റിലേറ്റീവ്സിനും ഫാമിലി ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടുകാരെയും നമ്മളെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഡിസൈനിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ഡിസൈനർ ആയിട്ട് ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഈ നമ്മളെ തള്ളി പറയുന്നവരൊന്നും ചിലപ്പോൾ നമ്മൾ അറിയണം എന്നില്ല. നമ്മുടെ ഈ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡിസൈനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഡിസൈനർ കുറച്ച് ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ. ഫേസ് റെക്കഗ്നൈഷൻ. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ഇങ്ങനെ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു മൂവിയിലോ ട്രൈ ചെയ്ത് അതിലിപ്പോ 2-3 മൂവി കിട്ടിയാലടക്കം നമ്മളൊക്കെ ആൾക്കാരെ അറിയും എന്നുള്ളൊരു സാധനം വന്നു. അങ്ങനെയാണ് ഞാൻ 3 Idiots മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയയിലോട്ട് എന്റെ CV അയച്ചത്. അങ്ങനെ അവിടെ കിട്ടിയപ്പോൾ ആ ഒരു ഫെയിം സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ ഏഷ്യവിൽ കയറിയപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് ചെറിയൊരു റിവെഞ്ച് പോലെ തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എനിക്കത് കാണിക്കാൻ പറ്റി. ഓക്കെ, ഇപ്പൊ ഏഷ്യാവിലെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഉള്ളവരായിട്ടുള്ള ഒരു ബോണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബോണ്ടാണ് നിങ്ങൾ. ഇപ്പൊ വർഷ, മില്ലൻ, അങ്ങനെ ഇപ്പൊ അവരെയൊക്കെ വിട്ട് ഇപ്പൊ പലരും പല ചാനലിലായിട്ടൊക്കെ മാറിയല്ലേ? അതെ. സോ ആ ഒരു ബോണ്ടിനെ പറ്റി എന്താണ് പറയാൻ? എനിക്ക് തോന്നുന്ന ഇപ്പൊ കേട്ടിട്ടുണ്ടാവും ഈ ഗേൾസ് ഒക്കെ കൂടി കഴിഞ്ഞാൽ കുറച്ച് കുശുമ്പ്, അസൂയ, അത് ഇത് പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല എന്നൊക്കെ പറയുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തെ ഭയങ്കര
അങ്ങനെയല്ല ശരിക്കും. ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ നന്നായി സപ്പോർട്ട് ചെയ്യും എല്ലാം. എനിക്ക് അതാണ് എനിക്ക് ഏഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ മിലനായാലും വർഷ ആയാലും കാജു ആണെങ്കിലും ഇപ്പൊ വന്നിട്ടുള്ള ദൃശ്യാണെങ്കിലും നമ്മൾക്കൊരു അസൂയ കുശുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരാളുടെ സക്സസിനെ എങ്ങനെ നോക്കി, അതായത് ഭയങ്കര നല്ല രീതിക്കാണ് നോക്കി കാണുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹൈപ്പ് കൊടുക്കുന്ന ഒരു അതെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഗേൾസ് ആണ്. എനിക്കിപ്പോ അവിടെ എന്താ പറയാ ഉള്ള എംപ്ലോയീസിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ആ ഗേൾസ് ഗ്യാങ് ആണ്. അവിടെ ബോയ്സ് ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? അവരൊക്കെ നല്ല, അതായത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ എന്താ പറയാ ശാന്തമായി സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു ഏഷ്യയിൽ. ഭയങ്കര സൗണ്ട് കൊടുത്ത് എന്നൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെല്ലാവരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ അങ്ങനെ വേറൊരാളോട് പുറത്തുനിന്നുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവരത് എങ്ങനെ എടുക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇങ്ങനെ അതായത് എല്ലാം വെട്ടി തുറന്ന് പറയാ, അവരോട് ഫുൾ റൂഡായിട്ട് നിൽക്കുക. പക്ഷെ ഏഷ്യയിലുള്ള ആൾക്കാരെല്ലാം സഹിച്ചും ക്ഷമിച്ച് അത് എന്നെ അറിയുന്നോണ്ടാ സഹിച്ചും ക്ഷമിച്ചൊക്കെ അവര് പോകും. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇപ്പം റീൽസിൽ ചില റീൽസിൽ ഭയങ്കര വിയേർഡായിട്ടൊക്കെയാണ് അവനിരിക്കുന്നത്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. അപ്പം റിയൽ സാന്ദ്രയും റീൽ സാന്ദ്രയും തമ്മിൽ ബന്ധമുണ്ടോ? ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ഇത് ഞാനായിട്ട് തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്? അത് കുറെ വീഡിയോസ് ഉണ്ട് അങ്ങനെ. അതായത് റീലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അത് എന്റെ കംഫർട്ട് സോണിൽ ഉള്ളതാണ് ഞാൻ റീലായിട്ട് കാണിക്കുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ ഇല്ല, ക്യാരക്ടർ മാറ്റല്ല. ഞാൻ നോക്കുമ്പോ ഭയങ്കര എല്ലാം എക്സ്ട്രോർഡിനറി, ഭയങ്കര സ്പീഡാണ്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. സോ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ താരമാണ്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഒരു ആരാധക വൃന്ദം തന്നെ ഒരു ബേസ് ഉണ്ട്, സെപ്പറേറ്റ് ബേസ് ഉണ്ട്, ഫാൻ ബേസ് ഉണ്ട്. സോ നമുക്ക് ലവ് വരുമ്പോ അതിൻ്റെതായ ഹെയ്റ്റും വരാം. സോ ഇത് രണ്ടും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾക്ക് പിന്നെ ചെറുപ്പം മുതലേ അങ്ങനെ ഉള്ളത് കൊണ്ട്, അതായത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലും കുറച്ച് പേർക്ക്, അത് കുറെ പേർക്കാണ് എന്നെ ഇഷ്ടമല്ലാത്തത്. കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറെ പേർക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ അത് ഞാൻ ഹാൻഡിൽ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ്, ഇപ്പൊ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ടും ആക്സെപ്റ്റ് ചെയ്ത് പോവാന്നാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതന്നെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ താരം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സമകാലീന പ്രസക്തി അങ്ങനെ എന്തെങ്കിലും പറയാം, സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാമല്ലോ? ചോദിക്കാം. അതില് എനിക്ക് എത്ര അറിവുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പൊ നടക്കുന്ന വിഷയത്തില് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അതിന് അഭിപ്രായം പറഞ്ഞാൽ മതി. ആണോ? ഓക്കെ. ഇപ്പൊ നടക്കുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ടല്ലോ. ഇപ്പം ബസ്സിലെ ഒരു ഇഷ്യൂ നടന്നു, സൂയിസൈഡ് നടന്നു, ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു, ഓക്കെയാണ്. പക്ഷെ ഒരു മറുവശത്ത് വേറൊരു വശം കൂടി അതിനുണ്ട്. പുരുഷന്മാര് മുഴുവൻ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. ഇപ്പം കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് കയറുന്നു. അപ്പൊ ഒരു വശത്ത് സ്ത്രീകൾ ഇത്രയും നാളും അനുഭവിച്ചതൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതി ഇനി അനുഭവിക്കാനിരിക്കുന്നതും എന്തായാലും ഇനിയും സെക്ഷൽ അബ്യൂസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബസ്സുകളിലും. അപ്പൊ അതിനെ നോർമലൈസ് ചെയ്ത് പോകുന്ന പോലെ തോന്നിയോ? അത് മുന്നേ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും പെണ്ണുങ്ങളാണ് സഹിക്കണം, നിങ്ങൾ കുറച്ച് അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരൊന്നും ചെയ്യില്ല, അത് മുന്നേ പറയുന്നതല്ലേ. അതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണല്ലോ പുരുഷന്മാര്. അവർക്ക് ഇനി ബസ്സിൽ കയറാൻ പേടിയാണ്. അത് ഞാനും കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളെ അങ്ങനെ റീൽസ് ചെയ്യുന്നവരെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ടു. അപ്പൊ നമ്മൾ എന്തായാലും ഞരമ്പന്മാരെ വന്നിട്ടില്ലല്ലോ. അതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലുള്ള അഭിപ്രായമാണോ ചോദിച്ചത്? അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നല്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതെ, നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. ഇപ്പൊ എനിക്കടക്കം ബസ് കയറും. ഈ അടുത്ത് ഞങ്ങൾ പോയ ടൈമിലും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ ബസ് ആവുമ്പോ ചിലപ്പോ അതായത് മറ്റേ വഴിക്കൂടെ പോകുമ്പോഴും സ്പീഡും അതൊക്കെ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തു എന്നൊക്കെ വരാം. ഇപ്പൊ അതായത് പിന്നെ ഞങ്ങൾക്കൊരു അനുഭവം, അതായത് ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന ടൈം ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനും മിലനൊക്കെയാണ് അടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തൊട്ടിപ്പുറം ഒരാൾ വന്നിരുന്നു. അപ്പൊ ആളുടെ തൊട്ടിപ്പുറം ഞാനാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതേപോലെ തന്നെ എനിക്കൊരു നെഗ് സാധനം വന്നു. പക്ഷെ എനിക്ക് അറിയില്ല ഇനിയിപ്പോ ആൾ ഇന്റൻഷനലി ചെയ്യുന്നതാണോ, അതായത് ബസ് ഇനിയിപ്പോ ബ്രേക്ക് ഇടുമ്പോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ മിരനോട് പറഞ്ഞു, എടി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാണോ? അപ്പൊ അവൾക്ക് ഒരു ഡൗട്ട്, എടി വേണ്ട, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് ആളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആളാണ്ട് സ്റ്റോപ്പ് ആയപ്പോ ഇറങ്ങിപ്പോയി. നമ്മളൊന്നും ചെയ്തില്ല. എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ ഇതുപോലെ. പക്ഷെ അയാള് ഇന്റൻഷനലി ചെയ്തതാ. പക്ഷെ വരുത്തി തീർക്കാൻ നോക്കുന്ന ഈ ബ്രേക്ക് പുള്ളി അപ്പുറത്തെ സീറ്റ് ഇരുന്ന ആള് ആരുമില്ലല്ലോ എന്ന് കണ്ടിട്ട് പതുക്കെ അടിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെ അത് നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ ഒരാള് തൊടുന്നതും ഏത് രീതിയിലാണ് നമുക്ക് അറിയാലോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ എനിക്ക് അറിയില്ല, ഡൗട്ടുകൾ നമുക്ക് വരും. പക്ഷെ നമ്മൾക്ക്
ഭയങ്കര എന്തോ ഒരു നെഗ് അടിക്കുകയും ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ഇന്റൻഷനലി ചെയ്യുന്നല്ലോ. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചേട്ടാ, ഒന്ന് കുറച്ച് നീങ്ങി. അതെ അതെ, നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ഗെയിമിലോട്ട് പോയാൽ. ജസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ പോലെ. ഷൂട്ടിംഗ് ഫ്രീ ടൈമിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? സ്ലീപ്പിംഗ് ഓർ ഫുഡ്? ഞാൻ അങ്ങനെ ഫുഡി അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് പിന്നെയും ഫുഡി ആവുന്നത്. അതായത് ഏഷ്യാവിലെ ടീമിനോട് കൂടിയിട്ടാണ് ഞാൻ ഫുഡി ആവുന്നത്. മുന്നേ ഞാൻ അങ്ങനെ ഫുഡി അല്ല. എനിക്ക് ഉറക്കാണ് മെയിൻ. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉറക്കാണ്. എനിക്ക് അയാൾ അത്ര ഇഷ്ടമാണെന്ന് കാണിക്കാൻ ഞാൻ ഉറക്കം കോംപ്രമൈസ് ചെയ്തിട്ടാ. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സാന്ദ്രയെ കുറിച്ച് കേട്ട ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ളൊരു ഗോസിപ്പ്? വിയേർഡായിട്ടുള്ളൊരു ഗോസിപ്പ്, അത് ഗോസിപ്പല്ല, അതൊരു കമൻ്റ് ആയിരുന്നു. അതായത് ഞാൻ ഇതിന് മുന്നേ ഞങ്ങൾ കണിമംഗലത്തിന് പ്രൊമോഷന് പോയപ്പോൾ ഒരു വീഡിയോ നമ്മളുടെ എൻ്റെ ഒരു ബൈറ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ വന്നു. അപ്പോൾ അതിൽ ഇയാൾ പറയുന്നത്, ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവളൊക്കെ ഏതാ. അത് ഞാൻ അതിൽ പറയുന്ന കാര്യം, എനിക്ക് അഭിനയത്തെക്കാൾ കൂടുതൽ എനിക്ക് ഡിസൈനിങ് ആണ് ഇഷ്ടം, അഭിനയത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ഇവളൊക്കെ ഏത്, ഇവളൊക്കെ എന്താണ് കണ്ണ് പൊട്ടുന്ന തെറി പറയും, അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സാധനം ഞങ്ങളൊക്കെ കണ്ടു. അപ്പൊ എനിക്കത് ഓക്കെ, ഇതിന് മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞത്, എനിക്ക് ഡിസൈനിങ് ആണ് കൂടുതൽ താല്പര്യം എന്നല്ലേ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ, സാന്ദ്രയും നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുമായിരിക്കും. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും? പാടാണ്. ഇപ്പൊ മുന്നേ ഞാൻ പറഞ്ഞത്, പിന്നെ ഇപ്പൊ പാടാണ്. സ്ക്രീൻ ടൈം ഒക്കെ കൂടുതലാണ്, നല്ല കൂടുതലാണ്. അതായത് നമ്മള് കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ, കോണ്ടന്റ് വേണല്ലോ. അടുത്തത് അതാണ് റീല് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ എത്ര ടേക്ക് ആയിരിക്കും പോകാറുള്ളത്? എനിക്ക് ടേക്ക് വരുന്നത് നമ്മൾ ഇന്റഗ്രേഷൻ പറയുന്ന ടൈം, ബ്രാൻഡിങ്ങിന്റെ ഒക്കെ ഇന്റഗ്രേഷൻ പറയുന്ന ടൈമിലാണ് ഞാൻ കുറച്ച് പാനിക് ആവും, ദൈവമേ തെറ്റിപ്പോവോ. എനിക്കാണ് ഒന്നാമത് സംസാരിക്കുമ്പോൾ സ്പീഡ് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ തെറ്റിപ്പോവോ, സ്പീഡ് കുറച്ച് പറയണം, അങ്ങനെയുള്ള ഭയങ്കര കോൺഷ്യസ് ആവും ഞാൻ. അയ്യോ, ഇതന്നെ ഇപ്പൊ എന്ത് മിന്നലോ. ഞാൻ പക്ഷെ റീലൊക്കെ ചെയ്യുമ്പോ ഒരു ദിവസം ഞാൻ ഇവന്റെ അടുത്ത് ഇരുന്നിട്ട് എനിക്ക് അഭിനയം പഠിപ്പിച്ചു തരോ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ 1.5 മണിക്കൂർ ഒരേ സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ്. ഇന്റഗ്രേഷൻ പറയുമ്പോൾ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പം സാന്ദ്രയുടെ ബാഗില് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സാധനം, ടീം, റെയർ സാധനം. ഞാൻ പറയാം, സൂചിയും നൂലും ടൈപ്പും. എപ്പോഴും ഉണ്ടാവും എന്റെ ബാഗില്. എന്തിനാ എനിക്കറിയാം, അത് മുന്നേ ഉണ്ടാവും. എന്തെങ്കിലും വല്ല ഇപ്പൊ നമ്മൾ എമർജൻസി എന്തെങ്കിലും വരുമ്പോ നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിലുള്ള സാധനങ്ങൾ അതാ, സൂചി നൂലുണ്ടാവും. പണ്ട് എന്നെയും കളിയാക്കുമായിരുന്നു കുഞ്ഞിലച്ഛൻ, എന്തുവാടി കമ്പിപ്പാരയും കൊണ്ടൊക്കെയാണോ ഞാൻ എന്താ ആവശ്യമില്ലാത്ത എല്ലാം. ഞാനും അതെ, എന്റെ ബാഗിൽ ചിലപ്പോ ഞാൻ കോളേജ് പഠിക്കുന്ന ബാഗിൽ ഫസ്റ്റ് ഇയർ മുതലേ ഉള്ള സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കും ബാഗിനുള്ളിൽ. ടിക്കറ്റ് സഹിതം എല്ലാം ഉണ്ടാവും. എന്റെ കൊളീഗ് ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് വല്ലപ്പോഴും വൃത്തിയാക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ വൃത്തിയാക്കെങ്കിൽ ഇതൊക്കെ മാറ്റി കളയാൻ മനസ്സു. അതെല്ലാരും എങ്ങനെയല്ലേ, എന്തൊരു നൊസ്റ്റാൾജിയ സാധനം പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ്. സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൽ ഫസ്റ്റ് ക്രഷ്? സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൽ സൂര്യാവും. സൂര്യ, എല്ലാരും സൂര്യ ആരാധികന്മാരാണ്. ഞാൻ വിജയ് ഫാനാണ്. ആണോ? പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഫേവറേറ്റ് നാടൻ ഫുഡ് ഡിഷ്? കഞ്ഞി. അയ്യോ, കഞ്ഞി എന്റെ ഫേവറേറ്റ്. എനിക്ക് ഇപ്പൊ 3 നേരം കഞ്ഞി തന്നു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കഴിക്കും. ഭയങ്കര ഇഷ്ടം. പിന്നെ കഞ്ഞി കഴിച്ചാൽ കുറച്ച് ഗുണ്ടു ആവുമെന്ന് പറയുന്നോണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടം. ഞാനും കൂടെ പഴങ്കഞ്ഞി കുടിച്ചോളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് സ്ഥിരം മറ്റേ പയറും കഞ്ഞി, പയറ് കഞ്ഞി. അവിടെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് വരുന്ന എല്ലാരും പയറും കഞ്ഞിയാണ് ഉണ്ടാക്കി ജീവിക്കുന്നത്. ടോവിനോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കഞ്ഞിയുടെ അത് പെട്ടെന്ന് കഴിയും. ഇനി ഞാൻ 2 സിറ്റുവേഷൻ പറയും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പറയാം. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ സാന്ദ്ര സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആങ്കർ ഉറങ്ങി പോകുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാനും കൂടെ കിടന്നുറങ്ങും. അവിടെ പക്ഷെ ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവും, കിടന്നുറങ്ങാതെ. ഓക്കെ, ഒരു ഫംഗ്ഷന് പോകുന്നു, ഒരാളൊക്കെ ചിരിക്കാണ്, പക്ഷെ ആളെ റെക്കഗ്നൈസ് ചെയ്തില്ല.
അത് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വരുന്ന ടൈമിലൊക്കെ ഇനിയിപ്പോ അവര് അതായത് ഇപ്പോ അവർക്ക് ഉറപ്പില്ല ഞാൻ സാന്ദ്ര ചാണ്ടിയാണെന്നുള്ള കാര്യം ഉറപ്പില്ല, പക്ഷെ അവര് ഡൗട്ടോടെ നോക്കും. അപ്പൊ നമ്മൾ ചിരിക്കുകയാണെങ്കിലും അവർ ചിലപ്പോ ചിരിക്കാതൊക്കെ പോകും. പക്ഷെ കുഴപ്പമില്ല. സോ സാന്ദ്രയ്ക്ക് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ഒരു ആക്ടർ അവരുടെ വർക്ക് ചെയ്യണമെന്നുണ്ട്? ഓക്കെ, എനിക്ക് ആരെ വേണേലും പറയാം, ആക്ടർ. ഇതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ അത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ ദൈവമേ. ആരെങ്കിലൊക്കെ അമൽ നീരത്തുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, കുറെ ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഒരു നടനെ കൂടെ പറയാം. അങ്ങനെ നമുക്കൊരു ഇപ്പം ടൊവിനോയോ ബേസിൽ ജോസഫ് ഡയറക്ട് ചെയ്യുന്നു, സാന്ദ്ര നായിക. ഓ അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയ സന്തോഷം. അടിപൊളിയായിരിക്കും. അത് കിട്ടട്ടെ, എന്നാലും ഒന്ന് ആലോചിക്കാം. എനിക്കങ്ങനെ നമ്മളുടെ ഇപ്പൊ ചത്താപ്പ വിശാഖാണോ വൈശാഖ എന്തോ ഒരു എന്താ വിശാഖ് ആള് ഭയങ്കരം അടിപൊളിയാണ് അഭിനയം. സീരിയസ്ലി ഒരു സ്വാഗ് ആണ്. പക്ഷെ ആള് കുറച്ച് നാളായിട്ട് മറ്റേ ഡാർക്ക് ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. പക്ഷെ ആൾക്കത് പക്കാണ്. മറ്റേ ആനന്ദത്തില് കുപ്പിയായിട്ട് വന്ന അപ്പൊ ഞാൻ അത് കണ്ട ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അതിൽ അധികം ഇഷ്ടപ്പെടാത്തൊരു ഇത് ആളുടെ ആയിരുന്നു ആ ഒരു ഇത്. അപ്പൊ പക്ഷെ ഇപ്പൊ പക്ഷെ ആളെയല്ല, അതൊക്കെയാണ് അഭിനയം. ആൾ അഭിനയിക്കുന്നത് വേറെ ലെവല്. സോ പുള്ളിയുടെ അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട്. കാണുവാണെങ്കിൽ ഓക്കെ. ഇനി എനിക്ക് സാന്ദ്രയുടെ ഫാഷൻ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഔട്ട്ഫിറ്റ്സ്, ഹെയർ. ലൈക്ക് ഞാൻ ചില നേരത്ത് ഇങ്ങനെ ഹെയർ ഇടുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൊളീഗ് പറയാം സാന്ദ്ര ഓർമ്മ വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സെൻസ്. അപ്പം ഈ ഒരു ഫാഷൻ സെൻസിന്റെ പിന്നിൽ ആരുടെങ്കിലും ഇൻഫ്ലുവൻസ്, ആരെങ്കിലും ഒരു പ്രായം എത്തുമ്പോഴാണല്ലോ പെൺകുട്ടികൾക്ക് കുറച്ച് സെൻസ് വെക്കുന്നത്. അപ്പൊ ആരെങ്കിലും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ? അങ്ങനെ കണ്ട് ഇൻഫ്ലുവൻസ് അങ്ങനെ ഇല്ല. എനിക്ക് പണ്ട് മുതലേ ഫാഷൻ ഡിസൈനിങ് ഇത് ഇഷ്ടമുള്ളതാ. കോസ്റ്റ്യൂം എനിക്കിപ്പോ ഒരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഇട്ടാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറെ ടൈം എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എനിക്കിപ്പോ അഭിനയിക്കാൻ നമ്മുടെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇത് ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബോറടിക്കും. പക്ഷെ ഇത് എനിക്ക് ബോറടിക്കാത്ത ഒരു സാധനം. അപ്പൊ പണ്ട് മുതലേ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ അമ്മ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോസ്റ്റ്യൂം കാര്യങ്ങളിടുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് കടയൊക്കെ കയറിയാലും 50 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടും എടുക്കും, 100 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടും എടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാണ്. ഞാനും ഭയങ്കര ഔട്ട്ഫിറ്റ് കോൺഷ്യസ് ആണ്. പക്ഷെ ഒരു സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ തീരെ ഒരു ബോധം. അത് ഞാൻ പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ടൈമിൽ എന്റെ സീനിയേഴ്സൊക്കെ അത്രയും നല്ലതായിട്ട് വരിക. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ. പിന്നെ എവിടെ നിന്ന് കിട്ടും? ഞാൻ കാലിക്കറ്റാ പഠിച്ച. മിഠായി തൈല അങ്ങോട്ട് പോകും, അവിടെ നിന്ന് കിട്ടുന്ന അക്കൗണ്ട് എടുത്തോണ്ട് നല്ല കാര്യം. അപ്പൊ ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഉടനെ ഒരു 2 കൊല്ലത്തിനിടയിലൊക്കെ ആയിരിക്കും അടുത്ത മൂവിയൊക്കെ വരാം. അപ്പൊ ചെയ്യണം ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കൊള്ളാമുണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ. എനിക്ക് ഇതേപോലെ തന്നെ വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോ ഇപ്പോ വരുന്നതും ഇപ്പൊ ഞാൻ കണിമംഗലത്ത് ചെയ്തതും ഞാൻ എങ്ങനെയാണോ ആ സാധനം. അപ്പൊ എനിക്ക് ഇനി മാറ്റണം. എനിക്ക് അങ്ങനെ ചെയ്യണം എന്നില്ല. ഞാൻ തന്നെയായിട്ട് അഭിനയിക്കണം എന്നില്ല. എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ ചെയ്യും, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. അപ്പോ സാന്ദ്രക്ക് ഇമോഷണൽ കാര്യമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രസമാണത്. നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. അപ്പൊ ഇപ്പൊ ഇനി കറന്റ്ലി എന്താണ് നെക്സ്റ്റ് പ്ലാൻസ്? മൂവീസ് നോക്കുന്നുണ്ടോ? പ്ലാനുകളൊന്നും പറയാൻ പാടില്ലെന്നല്ലേ നടന്നിട്ട് പറയാന്നൊക്കെ. അങ്ങനല്ല. ഇപ്പൊ നല്ലത് വന്നു കഴിഞ്ഞാൽ ചെയ്യണം. നല്ല സ്റ്റോറി ആണെങ്കിൽ ചെയ്യണം എന്നുണ്ട്. പിന്നെ കൂടുതൽ തന്നെ ഒരു ബൊട്ടീക്ക് സ്വന്തമായിട്ട് എന്റെ പേരിൽ ഒരു ബൊട്ടീക്ക് തുടങ്ങണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മള് സഭ്യസാച്ചിയുടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും, പെട്ടെന്ന് മനസ്സിലാവല്ലോ ആളുടെ ആണെന്ന്. അപ്പൊ ഇതേപോലെ തന്നെ ആരെങ്കിലും ഒരു ഡ്രസ് ഇട്ട് പോകുമ്പോൾ അത് സാന്ദ്ര ചാണ്ടിയുടെ ആണെന്ന് പറയണം. യുണീക്ക് ആയിരിക്കണം. ഓക്കെ ഓക്കെ, അടിപൊളി. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. സോ ഇത്ര നേരം ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര തീർന്നു. ഞാൻ ഭയങ്കര സ്പീഡാ. എന്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്പീഡാ. സംസാരം ഭയങ്കര സ്പീഡാണ്. ഞാൻ ഉറങ്ങുന്നത് പെട്ടെന്ന് കയറി കടന്നു. ഇപ്പൊ ഇവിടെ ഉറങ്ങും പെട്ടെന്ന്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും. അവര് ചോദ്യം കഴിക്കുന്നില്ല. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും.
എല്ലാം ഭയങ്കര ഞാൻ പക്ഷെ ഭയങ്കര സ്ലോ ഫുഡൊക്കെ കഴിക്കാൻ. ആണോ? പക്ഷെ ഇത്രയും സ്പീഡ് എനിക്ക് സ്ലോ ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് പറ്റില്ല. ഞാൻ ഭയങ്കര സ്പീഡാ. എനിക്ക് എല്ലാം പെട്ടെന്ന് കഴിയണം. എനിക്ക് ഭയങ്കര സ്പീഡ് പറ്റത്തില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കാത്തിരിക്കും തീരുന്നെങ്കിൽ. പക്ഷെ എന്നാലും മീഡിയം. സാന്ദ്ര ഭയങ്കര സ്പീഡാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നോട് സ്പെൻഡ് ചെയ്തതിന്. ആൻഡ് നല്ല രീതിക്ക് എല്ലാം ആൻസർ ചെയ്തു. ആൻഡ് നല്ല കോൺവെർസേഷൻ ആയിരുന്നു. ഇനി ഒരുപാട് നല്ല വർക്ക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ മീറ്റ് ചെയ്യണം. യെസ്, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.